ഉദ്ഘാടന പ്രഭാഷണത്തിനായി ബഹുമാനായ സംസ്ഥാന അധ്യക്ഷനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ തുടങ്ങാൻ പോകുന്നത് രഞ്ജിത്ത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും മരണവും എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഓർമ്മിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ കൺവെൻഷൻ സംസാരിക്കാൻ പോകുന്നത്. അത് പറയാനൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. ഈ വികസിത കേരളം കൺവെൻഷൻ ആലപ്പുഴ നോർത്ത് നിങ്ങളൊപ്പം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വികസിത കേരളം കൺവെൻഷൻ 30 കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്നു. അത് എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അതിനൊരു സിമ്പിൾ ഒരു ഉത്തരമാണ്. 3.5 കോടി മലയാളികളുടെ വികസനം, ക്ഷേമം, അതാണ് BJPൻ്റെ ഒരു ലക്ഷ്യം. അതിനെക്കുറിച്ച് സംസാരിക്കാനും ആ കാഴ്ചപ്പാടിനെ കുറിച്ച് ജനങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് എത്തിക്കേണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വികസിത കേരളം കൺവെൻഷൻ നടക്കുന്നത്. ഞാൻ ഈ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ചുമതല ഏറ്റ ഒരു ദിവസം സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ മുൻ പറഞ്ഞൊരു കാര്യം ഇന്ന് പറയുന്നു, അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. BJP NDAക്ക് ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരാൻ ഒറ്റ പാർട്ടിയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നു. ആ മാറ്റം കൊണ്ടുവരണമെങ്കിൽ BJP NDA അധികാരത്തിൽ വരണം. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് ഞാൻ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു. അപ്പോൾ ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് എവിടുന്നാണ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഫലമായി നമ്മൾ വികസിത ഭാരതം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, മൊത്തം ലോകത്തിൽ ജനങ്ങൾ പറയുന്നു, പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറയുന്നു, ഈ ഇന്നത്തെ ഭാരതം ആ പഴയ ഭാരതമല്ല, ഇത് കുറച്ചു കാലത്തിൽ അതൊരു വികസിത ഭാരതമായി മാറുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലാവരും പറയുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്ന മുമ്പ് ഇന്നലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് എത്തി. അതായിരുന്നു വിഴിഞ്ഞം പോർട്ട്. 1991 എന്ന് തുടങ്ങിയ ആ പ്രോജക്റ്റ് എത്രയോ സർക്കാർ വന്നു, എത്രയോ സർക്കാർ പോയി, സംസ്ഥാന സർക്കാർ വന്നു, സംസ്ഥാന സർക്കാർ പോയി, സെൻട്രൽ ഗവൺമെൻറ് വന്നു, സെൻട്രൽ ഗവൺമെൻറ് പോയി. പക്ഷേ അത് സാക്ഷാത്കാരമായിട്ട് ഇന്ന് ഒരു റിയാലിറ്റി ആവുന്ന കാരണമാണ് നരേന്ദ്രമോദിജി. ഇന്നലെ അദ്ദേഹം വന്നു. മൊത്തം ഇന്ത്യയിലും കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ, ഞാൻ പേരെടുക്കുന്നില്ല, ചില രാജവംശത്തെ അവർക്ക് ഒരു സങ്കടം. എന്താണ് സങ്കടം? ഞാൻ നേരത്തെ വന്നു. എന്തുകൊണ്ട് നേരത്തെ വന്നു? പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സംസ്ഥാന പ്രസിഡൻ്റാണ്, അവരുടെ ഒപ്പം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു. അവിടെ ഒരു 8:45 മറ്റവരെല്ലാം VIP ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം, അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി.
എന്നിട്ട് അവിടെ ഇത് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിൻ്റെ മരുമകന് വല്ലാത്തൊരു സങ്കടം. ആ സങ്കടം എന്താണ് കാരണം? ഞാനൊരു ഡോക്ടറല്ല, സൈക്കോളജിസ്റ്റ് അല്ല. അപ്പോൾ ആ സങ്കടത്തിൻ്റെ എന്താണ് മരുന്ന്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ. ഞങ്ങൾ ഈ BJP ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്തേ ഇരിക്കും. അതിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന കാലത്ത് എത്രയോ സങ്കടം കാണല്ലോ. അപ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ. അതിനെക്കുറിച്ച് മീഡിയ ഇന്ന് രാവിലെയും ഇന്നലെ എന്നോട് ചോദിച്ചു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു, നിങ്ങളെ ട്രോൾ ചെയ്യുന്നു. അല്ല, ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞല്ലോ, വേദിയിൽ നിന്ന് പറഞ്ഞു, പ്രസംഗത്തിൽ പറഞ്ഞു, ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു. അത് ശരിയാണ്. ഇന്നലെ രാത്രി മുഴുവൻ CPM-കാർ ട്രോളിങ്, ട്വീറ്റും ഫേസ്ബുക്കിലും എൻ്റെ എതിരെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ എത്ര വേണമെച്ചാൽ ട്രോൾ ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും തെറി പറഞ്ഞോളൂ. ഈ ട്രെയിൻ BJP NDA ട്രെയിൻ വിട്ടു. ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല. അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിൻ്റെ വോട്ടേഴ്സിന് കയറണമെങ്കിൽ കയറുക, മരുമകന് കയറണമെങ്കിൽ കയറുക. വികസിത കേരളമാണ് ലക്ഷ്യം. അത് എത്തിയിട്ടേ തീരുള്ളൂ. അപ്പോൾ ഞാൻ ഈ വികസിത കേരളം കൺവെൻഷനിൽ 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 3 കാര്യം ഞാൻ മുമ്പോട്ട് വയ്ക്കും. അത് ഒന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. വികസനം. ഈ വികസനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം വികസനം. ഞാൻ ആദ്യം ഈ ലോക്സഭാ ഇലക്ഷൻ, എൻ്റെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷന് വന്നപ്പോൾ ഞാൻ വികസനം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരോ ഒരു മാധ്യമ സുഹൃത്തുക്കൾ മൈക്കും വെച്ച് പറഞ്ഞു, ഇതെന്താ ഒരു പുതിയ സാധനമാണോ വികസനം? ഇവിടെ 65 കൊല്ലമായിട്ട് കേൾക്കുന്നതല്ലേ, കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു വാഗ്ദാനം, അത് വികസനമായിട്ട് കാണണ്ട. അവർ ഇലക്ഷൻ്റെ സമയത്ത് പറയുന്ന വാഗ്ദാനം. ഞങ്ങൾ ചെയ്യുന്നതാണ് വികസനം. ഞങ്ങൾ ചെയ്ത് കാണിച്ച് വാഗ്ദാനം, വാക്ക് പാലിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഞാൻ ആ വ്യത്യാസം എന്താണ്, BJP-ൻ്റെയും NDA-ൻ്റെയും വികസന കാഴ്ചപ്പാട് എന്താണ്, അതെങ്ങനെയാണ് ഇവർ ഈ ലെഫ്റ്റും കോൺഗ്രസും പറയുന്ന വാഗ്ദാനം, അതിൻ്റെ എന്താണ് വ്യത്യാസം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതൊരു ഡിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മുദ്രാവാക്യം മാത്രമല്ലല്ലോ. ജനങ്ങളുടെ കഷ്ടങ്ങൾ പരിഹരിക്കാൻ ഒരു വികസനം, യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരു വികസനം, നാടിൻ്റെ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കാൻ ഒരു വികസനം. ഇതാണ് വികസനം. ഇതാണ് BJP-ൻ്റെ കാഴ്ചപ്പാട്, NDA-ൻ്റെ കാഴ്ചപ്പാട്. ഇതാണ് നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 കൊല്ലം 11 കൊല്ലം ചെയ്ത പണി. വെറുതെ ഒരു വാഗ്ദാനം കൊടുത്തിട്ട് ഒരു സ്ലോഗനാക്കി ഓടിപ്പോവല്ല. ഇതൊരു വാഗ്ദാനം കൊടുത്ത് ആ വാക്ക് പാലിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനും നാടിൻ്റെ ഒരു ട്രജക്ടറി മാറ്റാനാണ് ഞങ്ങൾ കാണുന്ന വികസനം. അപ്പോൾ ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്ന് പറഞ്ഞത് വാഗ്ദാനം അല്ല, മുദ്രാവാക്യം അല്ല. ഇത് നമ്മുടെ ദൗത്യമാണ്, ലക്ഷ്യമാണ് BJP NDA-ൻ്റെ. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ വികസനം, ഈ ആദ്യത്തെ പോയിന്റ് വികസനം ഞാൻ അതിനെ പറ്റി കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ വോട്ട് കൊടുക്കാൻ പോകുമ്പോൾ, ഈ 5 കൊല്ലത്തിൽ ഒരു വോട്ടിംഗ് സമയത്ത്, ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വോട്ടിംഗ് പോകുമ്പോൾ അവരെന്തിനാണ് വോട്ട് കൊടുക്കുന്നത്? എന്ത് നോക്കിയിട്ടാണ്, എന്ത് വിചാരിച്ചിട്ടാണ്, എന്ത് ചിന്തിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത്? എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതത്തിലും ഒരു വ്യത്യാസം, എൻ്റെ കഷ്ടങ്ങളെ പരിഹരിക്കാൻ, എൻ്റെ കുട്ടീൻ്റെ ഒരു ഭാവിക്ക് വേണ്ടി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആരാണ് പാർട്ടി, ആരാണ് കാൻഡിഡേറ്റ്? ഇതാണ് ശരിക്കും
ഒരു ചിന്ത. അത് ഈ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ സ്റ്റേറ്റിൽ 3 പാർട്ടിയും ചെയ്യുന്നുണ്ട്. അവർ വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവരുടെ റിപ്പോർട്ട് കാർഡ്? ആരാണ് എന്ത് ചെയ്തു? വാഗ്ദാനം കൊടുത്ത 3 പാർട്ടിയും വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരാണ് വാക്ക് പാലിക്കുന്ന പാർട്ടി? നമുക്ക് നോക്കാം. 2004 ഞാൻ ഇത് ഉദാഹരണം തരികയാണ്, ഉദാഹരണമല്ല, ഇത് റിയൽ ഹിസ്റ്ററി, ചരിത്രം, പൊളിറ്റിക്കൽ ഹിസ്റ്ററി. 2004 അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാക്കി നല്ലൊരു ശക്തമായ ഒരു ഇക്കോണമീന് ഉണ്ടാക്കി. ജനങ്ങൾ തീരുമാനിച്ചു, എല്ലാ കോൺഗ്രസ് തരുന്ന വാഗ്ദാനം നല്ല വാഗ്ദാനമാണ്, കോൺഗ്രസിന് ഒരു അവസരം കൊടുക്കണം. 10 കൊല്ലം ഭരിച്ചു കോൺഗ്രസ്, 2004 മുതൽ 2014. അതിൻ്റെ 5 കൊല്ലം, ആദ്യത്തെ 5 കൊല്ലം കോൺഗ്രസിന് പിന്തുണ ആരുടെ പിന്തുണ ഉണ്ടായത്? ലെഫ്റ്റിൻ്റെ. അപ്പോൾ 2004 മുതൽ 2009 വരെ കോൺഗ്രസും ലെഫ്റ്റും സെൻട്രൽ ഗവൺമെൻറ്റിൽ. 2009 മുതൽ 2014 വരെ അപ്പോൾ ഒരു ഫുൾ 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു. ആ 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചൊരു അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്താണ് ചെയ്തത്? 5 ലോകത്തിൻ്റെ 5 ദുർബലമായ ഇക്കോണമീനെ 1-ാം നമ്പറാക്കി നമ്മുടെ ഇക്കോണമിനെ വിട്ടു 10 കൊല്ലത്തിൽ. ഏറ്റവും വിലക്കയറ്റം, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഏറ്റവും വിലക്കയറ്റമുള്ള ഒരു സമയമായിരുന്നു ആ 10 കൊല്ലം. തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും റെക്കോർഡ് 10 കൊല്ലത്തിൽ. അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതിന് ഗോൾഡ് റെക്കോർഡല്ല, ഗോൾഡിനെക്കാട്ടും മുന്ന് 2G സ്കാം, കോൾഗേറ്റ് സ്കാം, സബ്മറീൻ സ്കാം, ഹെലികോപ്റ്റർ സ്കാം. അപ്പോൾ ആ 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചൊരു അവസരം കൊടുത്തപ്പോൾ ഇതാണ് കോൺഗ്രസ് ചെയ്തത്. അത് മനസ്സിലാക്കണം, ജനങ്ങളെ ഓർമ്മിപ്പിക്കണം. 14 ജനങ്ങൾ, ഇന്ത്യ മൊത്തം എല്ലാവരും പറഞ്ഞു മതി, മടുത്തു, ഇനി വേണ്ട, ഈ വിലക്കയറ്റം വേണ്ട, തൊഴിലില്ലായ്മ വേണ്ട, ഞങ്ങൾക്ക് ഈ ദുർബലമായ ഇക്കോണമി വേണ്ട, ഞങ്ങൾക്കൊരു അവസരവും മാറ്റവും വേണമെന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു. അദ്ദേഹം എന്താ ചെയ്തത്? കഴിഞ്ഞ 10 കൊല്ലം, കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ലോകത്തിന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം. ആ ദുർബലമായ ഇക്കോണമി ഇന്ന് ലോകത്തിൻ്റെ 4-ാം നമ്പറിൻ്റെ ഇക്കോണമിയാണ്. ആ ഒരു ദുർബലമായ മിലിറ്ററി 26/11 ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഇന്ത്യയാണ് ഇന്ന് സർജിക്കൽ സ്ട്രൈക്കും ചെയ്യുന്ന ഇന്ത്യ. ലോകത്തിൻ്റെ എല്ലാ വലിയ കമ്പനീൻ്റെ ഫാക്ടറി ഇന്ന് ഇന്ത്യയിൽ വന്നു. ഫാക്ടറി അല്ലെങ്കിൽ അവരുടെ R&D സെൻറ്റർ. 1000 കോടിക്കണക്കിൽ നിക്ഷേപം, 1000 ലക്ഷം കോടി കണക്കിൽ തൊഴിൽ. ഇതെല്ലാം നടന്നത് ഇതേ ഇന്ത്യ, അതേ ജനങ്ങൾ. പക്ഷെ എന്താ മാറിയത്? ലീഡർ നരേന്ദ്രമോദിജി, പാർട്ടി BJP NDA, അവർക്ക് വാക്ക് ദാനമല്ല, വാക്ക് പാലിക്കണം എന്നൊരു പ്രവർത്തിക്കുന്നൊരു പാർട്ടി. ഇതാണ് കോൺഗ്രസും BJPൻ്റെ ഒരു വ്യത്യാസം. അതേസമയത്ത് ഇവിടെയോ 9 കൊല്ലമായില്ലേ, 10 കൊല്ലം ആവാൻ പോകുന്നില്ലേ. 2016 ജനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ പാർട്ടിക്ക് അവരെ വിശ്വസിച്ചൊരു അവസരം കൊടുത്തു. എന്നിട്ട് എന്താ നടക്കുന്നത്? കടമില്ലാണ്ട് മുമ്പോട്ട് പോകാൻ, ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാനൊരു സ്ഥിതി നമ്മുടെ സംസ്ഥാന സർക്കാർ. ആശാ വർക്കേഴ്സ് 100 രൂപ, ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഹെൽത്ത് നോക്കുന്ന ഫ്രണ്ട് ലൈൻ ജീവനക്കാരാണ്. അവർക്ക് 100 രൂപ ശമ്പളം കൂടുതൽ കൊടുക്കാൻ ഇവിടെ കാശില്ല. KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല. CPO എക്സാം എഴുതി പാസ്സായ യുവാക്കൾക്ക് പോലീസിൽ ജോലി കൊടുക്കാൻ കാശില്ല.
ഗവൺമെൻറ് പെൻഷൻ 6 മാസം ഡിലേ ആയിട്ട് വരുന്നു. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഇവിടെ ഈ 9 കൊല്ലത്തിൽ ഉണ്ടാക്കിയില്ല. അത് ഞാൻ മാത്രമല്ല പറയുന്നത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറയുന്നു. അത് പറഞ്ഞത് മരുമകനോടാണ്. ആകെ ഇവിടെ ഉണ്ടാക്കിയത് ഒരു ഹൈവേ ആണ്. ആ ഹൈവേ ഉണ്ടാക്കിയത് നിതിൻ ഗഡ്കരിജി, നരേന്ദ്രമോദിജി. അപ്പം ഇവിടെ ഒന്നും നടന്നിട്ടില്ല 10 കൊല്ലം. എന്നിട്ടാണ് ഇവർ പറയുന്നത് 9 കൊല്ലമായി ഇനി ആഘോഷിക്കണം എന്ന്. എന്തിന്? ആർക്ക് വേണ്ടിയാണ് ഈ ആഘോഷം? ആശാ വർക്കേഴ്സ് ആഘോഷിക്കുന്നില്ല, യുവാക്കൾ ആഘോഷിക്കുന്നില്ല, ബിസിനസ് ആഘോഷിക്കുന്നില്ല, സർക്കാരിൻ്റെ ജീവനക്കാർ ആഘോഷിക്കുന്നില്ല, KSRTC ആഘോഷിക്കുന്നില്ല, കർഷകർ ആഘോഷിക്കുന്നില്ല, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ആഘോഷിക്കുന്നില്ല. പിന്നെ ആരാണ് ആഘോഷിക്കുന്നത്? മരുമരും മോളോ? അപ്പോൾ ആഘോഷിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 3 പാർട്ടിയും ജനങ്ങൾ വിശ്വസിച്ചിട്ട് അവസരം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒറ്റ പാർട്ടിയുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അധ്വാനിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചൊരു പാർട്ടി. അതാണ് BJP NDA. ഇതാണ് സത്യം. അപ്പോൾ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഗ്രാമപഞ്ചായത്തിലും വാർഡിലും മുനിസിപ്പാലിറ്റീസിലും ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. ഞങ്ങൾ BJPൻ്റെ പ്രവർത്തകരാണ്, ഞങ്ങൾ BJP NDAൻ്റെ കാൻഡിഡേറ്റാണ്. നമ്മൾ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യാസം ഇതാണ്: ഞങ്ങൾ വാഗ്ദാനം മാത്രമല്ല, വാക്ക് പാലിക്കുന്നൊരു പ്രവർത്തകനാണ്. അപ്പോൾ ആ മാറ്റം, ഈ വികസന സന്ദേശം, കേരളത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ ഒരു താല്പര്യം, കഴിവ്, ഇത് ഒരു വീട് കയറി ഇറങ്ങി നമ്മൾ പറയണം. ഇത് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഇവരുടെ നുണയും ഇവരുടെ മിസ്ഇൻഫർമേഷനും ഇവരുടെ ഉള്ള ഉറക്കം കിട്ടാത്ത സമയത്ത് അവരുടെ ട്രോളിങ്ങും അതായിരിക്കും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്. അത് നമ്മൾ സമ്മതിക്കരുത്. രണ്ടാമത്തെ കാര്യം, അഴിമതി. ഈ നാട്ടിൽ ഒരു 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 എന്താ, ഞാൻ ഫണ്ണിയാണോ അത് എന്താ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 രാജവംശങ്ങളുണ്ട്, ഒന്ന് കോൺഗ്രസ്, ഒന്ന് CPM. അതിൽ ഒരു രാജവംശത്തിൻ്റെ മോൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എക്സ്പേർട്ടായിട്ട് ഇങ്ങനെ കറങ്ങുന്നു. അമേരിക്ക, ഇംഗ്ലണ്ട്, അവിടെ എല്ലാം പോയി ഇന്ത്യേൻ്റെ ഒരു ഭരണഘടന എക്സ്പേർട്ട്, വിദഗ്ധനായിട്ട് ഇങ്ങനെ പോകുന്നു. മറ്റേ രാജവംശത്തിന് ഇന്നലെ മരുമകൻ പറയുന്നു, ഞാൻ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു ഡിഫൻഡറാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആദ്യം നമുക്ക് ചോദിക്കേണ്ടത്, നിങ്ങളുടെ അഴിമതിനെ കുറിച്ചൊന്ന് പറയൂ. കോൺഗ്രസിൻ്റെ ഈ രാജവംശത്തിൻ്റെ മകൻ 2 ദിവസം മുമ്പേ നാഷണൽ ഹെറൽഡ് അതിൻ്റെ 2000 കോടിൻ്റെ ലാൻഡ് തട്ടിച്ചു, അതിൻ്റെ കേസിൽ പ്രതിയാവുന്നു. ഇവിടെ മരുമകൻ്റെ ഭാര്യ, ഞാനല്ല പറയുന്നത്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് പറയുന്നത്, മരുമകൻ്റെ ഭാര്യ രാജവംശത്തിൻ്റെ മകള് കമ്പനിയിൽ ഒന്നും ചെയ്യാണ്ട് വേറൊരു കമ്പനി, ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു കമ്പനി കാശ് കൊടുക്കുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാണ്ട്? ഈ ജനാധിപത്യം, ഡെമോക്രസി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ വലിയ വലിയ വാക്കുകളെല്ലാം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഒരു ബേസിക് അഴിമതിനെ കുറിച്ചൊന്ന് പറയണ്ടേ? ഈ അഴിമതി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് CPM ഒരു ആക്രമണ രാഷ്ട്രീയത്തിൻ്റെ ഒരു പാർട്ടിയായിരുന്നു, കോൺഗ്രസ് ഒരു അഴിമതിൻ്റെ പാർട്ടി ആയിട്ടായിരുന്നു നമ്മൾ കണ്ടത്. എല്ലാവരും കണ്ടത് അങ്ങനെയായിരുന്നു, ഞാനും കണ്ടതാണ് അങ്ങനെ. EK നായനാർ സാറിൻ്റെ സമയത്തും VS അച്യുതാനന്ദൻ്റെ സമയത്തും CPM ഒരു ചാവുന്ന ഒരു ഐഡിയോളജി, മാർക്സിസ്റ്റ് ഐഡിയോളജീൻ്റെ ഒരു പാർട്ടി. അവർക്ക് ഇന്നും ആക്രമണവും ഇൻറ്റിമിഡേഷൻ്റെ രാഷ്ട്രീയം ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്നാണ് ഞാൻ കണ്ടത്. ഇന്ന് എന്താണ് വ്യത്യാസം? ഇവിടെ ഉണ്ട് രാജവംശം, അവിടെ ഉണ്ട് രാജവംശം, ഇവിടെ ഉണ്ട് ഒരു മകൻ, ഇവിടെ ഉണ്ട് ഒരു മരുമകൻ, ഇവിടെ ഉണ്ട് അഴിമതി, അവിടെ ഉണ്ട് അഴിമതി. അപ്പോൾ കോൺഗ്രസും CPM-ലും
അവരുടെ ഇക്കണോമിക് ഐഡിയോളജിയാണോ, അവരുടെ അഴിമതിയാണോ, അവരുടെ രാജവംശമാണോ, ഒരു വ്യത്യാസമില്ല. ഇന്ന് 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്ററാണ്. ഒറ്റ അഴിമതിൻ്റെ സ്കാമോ ഒരു അഴിമതിൻ്റെ കേസ് ഡൽഹിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ വികസനം, അഴിമതി, കറപ്ഷൻ ഫ്രീ ഗവർണൻസിൽ കൊടുക്കാൻ ഒരു പാർട്ടിക്ക് കഴിവുണ്ടോ, റെക്കോർഡുണ്ടോ, റിപ്പോർട്ട് കാർഡുണ്ടോ, അത് BJP ഇന്ത്യയാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഇവിടെ ഒരു 10-20 കൊല്ലമായിട്ട് ഒരു പ്രൊപ്പഗാൻഡ, ഈ ലെഫ്റ്റും കോൺഗ്രസും BJP ഒരു റിലീജിയസ് പാർട്ടിയാണ്, ഹിന്ദുക്കളുടെ പാർട്ടിയാണ്, അവർ ക്രിസ്ത്യൻസിൻ്റെ എതിരെയാണ്, മുസ്ലിംസിൻ്റെ എതിരെയാണ്, നല്ലൊരു പ്രോപ്പഗാൻഡ വെച്ച് അവർ ജനങ്ങളുടെ മനസ്സിലെല്ലാം വിഷം നിറച്ചിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ ഇതിൻ്റെ സത്യം എന്താണ്? നരേന്ദ്രമോദിജി 2014 വന്ന മുതൽ ഇന്ന് വരെ എത്രയോ പദ്ധതികൾ, എത്രയോ സ്കീമും, എത്രയോ പ്രോജക്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്, മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒറ്റ സ്കീം ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ്ട് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം അധ്വാനിച്ചിരിക്കുന്നത്. അതാണ് സത്യം. എന്നിട്ട് ഈ BJPനെ വർഗീയവാദി പാർട്ടി പറയുന്നത് കോൺഗ്രസും ലെഫ്റ്റും എന്താ ചെയ്യുന്നത്? കോൺഗ്രസ്സുകാർ, ഞാനിപ്പോൾ ഒരാഴ്ച 10 ദിവസം മുമ്പേ ഒരു എഫിഡവിറ്റ് വായിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോർട്ടിൽ സബ്മിറ്റ് ചെയ്തൊരു പെറ്റീഷൻ. അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താ പറയുന്നത്? ഞങ്ങൾ, അവർ പറയണേ, പെറ്റീഷനിൽ പറയാം, ഞങ്ങൾ കേരളത്തിൻ്റെ മുസ്ലിംസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ പറയുന്നു, അത് സമ്മതിക്കുന്നു അവർ. അപ്പോൾ അതൊരു ഇന്ത്യ അലയൻസിൻ്റെ പാർട്ടിയായിട്ട് അങ്ങനെ പറയുമ്പോൾ മറ്റോരോ വേറെ മലയാളികളൊന്നുമില്ലേ? അവർക്ക് വേണ്ടി ആരാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? അപ്പം കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? കോൺഗ്രസ് ചെയ്യുന്നത് അവർ വോട്ട് ബാങ്ക് നോക്കിയിട്ട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഞാൻ ഒരു ഉദാഹരണം തരാം. മുനമ്പം കേട്ടിട്ടുണ്ടല്ലോ. 610 ക്രിസ്ത്യൻ കുടുംബങ്ങൾ മുനമ്പത്ത് 35 കൊല്ലമായിട്ട് അവരുടെ ഒരു പ്രോപ്പർട്ടി രക്ഷിക്കാൻ അവർ ഒരു ശ്രമത്തിൽ. ആ 610 കുടുംബങ്ങൾ എത്രയോ ഇലക്ഷനിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്ത കുടുംബങ്ങളായിരുന്നു. പക്ഷെ അവരുടെ പ്രശ്നങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല 35 കൊല്ലം. അത് എന്തുകൊണ്ട്? അത് ചോദിക്കേണ്ട ഒരു പ്രശ്നമല്ലേ? എന്ത് കാരണം? കോൺഗ്രസ് തീരുമാനിച്ചു, ഇത് 610 വോട്ടല്ലേ, നമുക്ക് അവിടെ ഒരു വലിയൊരു വോട്ട് ബാങ്ക് ഇല്ലേ, അപ്പോൾ വഖഫിൻ്റെ എതിരെ പോകേണ്ട ആവശ്യമില്ല, വഖഫിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഇവരുടെ വോട്ട് ശരി, ഇവരെ വഞ്ചിച്ച് ഒരു 610 വോട്ട് മാത്രമല്ലേ. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. എല്ലാം ഒരു വോട്ട് ബാങ്ക് നോക്കി, ഗുണം നോക്കി, എലക്ഷൻ്റെ ഗുണം നോക്കിയിട്ട് അവരുടെ പ്രവർത്തനം. പിന്നെ ലെഫ്റ്റോ, ഞാൻ പറഞ്ഞില്ലേ, ഈ ലെഫ്റ്റും കോൺഗ്രസിലും ഇപ്പോൾ ഒരു വ്യത്യാസമില്ല. അവർ ചെയ്യുന്നത്, കോൺഗ്രസ് ചെയ്യുന്നത് അത് അവർ ചെയ്യുന്നു. പക്ഷേ ഒരു അഡീഷണൽ സ്റ്റെപ്പ്, അവർ പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, പദ്ധതികൾ മുമ്പോട്ട് വയ്ക്കും. അത് നോക്കാൻ അതിന് ഉദാഹരണം വേണമെങ്കിൽ ലൈഫ് മിഷൻ. ഇന്ന് ലൈഫ് മിഷൻ 2018 ഓൺ ബോർഡ് ചെയ്ത ബെനിഫിഷ്യറീസിന് ലൈഫ് മിഷനിൽ കാശില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നോട്ടീസ് അയക്കുന്നു ഇങ്ങോട്ട്, PM ആവാസ് യോജനയിൽ 30 മാർച്ച് വരെ സർവേ ചെയ്തിട്ട് ബെനിഫിഷ്യറീസിനെ ഓൺ ബോർഡ് ചെയ്യണം. അപ്പോൾ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ലൈഫ് മിഷൻ്റെ അവരുടെ പ്രവർത്തകരെ PM ആവാസ് യോജനയിൽ ഓൺ ബോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഇന്ന് മുരളീധരൻ ഏട്ടൻ അവിടെ ഒരു ലെറ്റർ അയച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് പറയാൻ പോവാണ്, ഇതിൽ ഫുൾ ട്രാൻസ്പെറൻസി ഉണ്ടാവണം.
ആ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഒരു പിന്തുണ ആവശ്യം ഇല്ലാണ്ടേയും ഇതിൽ ഓൺ ബോർഡ് ചെയ്യാൻ അവർക്കൊരു കഴിവുണ്ടാവണമെന്ന് ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറയും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഈ നാട്ടിലുണ്ടെങ്കിൽ അത് BJP NDA ആണ്. അപ്പോൾ വികസനമാണോ അഴിമതിയാണോ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ, അത് ഏത് ഈ 3 കാറ്റഗറി നോക്കിയാൽ BJP NDA ആണ് ജനങ്ങൾക്ക് ഏറ്റവും കമ്മിറ്റഡ് പാർട്ടി. അവസാനം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. BJP പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഞാനും ഒരു പ്രവർത്തകനാണ്. ഞാൻ അങ്ങനെയാണ് എൻ്റെ ചുമതല കാണുന്നത്. നിങ്ങൾ 100% അധ്വാനിച്ചാൽ ഞാൻ 500% അധ്വാനിക്കാൻ തയ്യാറാണ്. ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ജനങ്ങൾക്ക്, ഈ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് അവർ തീരുമാനിച്ചു. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ട് കാണണം, അധ്വാനിക്കണം. അടുത്ത 6 മാസം ചെയ്യേണ്ട കാര്യങ്ങളും ടാസ്കും പണിയും മൈൽ സ്റ്റോൺസ് എല്ലാം അഡ്വക്കേറ്റ് സുരേഷ് ഈ 2ാമത്തെ സെഷനിൽ മുമ്പോട്ട് വയ്ക്കും. ഇത് പ്രവർത്തകരുടെ പാർട്ടിയാണ്, ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഉള്ളൊരു പാർട്ടിയാണ്. ഞാൻ എല്ലാ കേന്ദ്രത്തിൽ പോകുമ്പോൾ ഒരു സ്പഷ്ടമായൊരു ഒരു കാര്യം പറയും. ഞാൻ ഇവിടെ നേതാവാവാനല്ല വന്നിരിക്കുന്നത്. ഈ വികസിത കേരളത്തിനും വേണ്ടി BJP NDA അധികാരത്തിൽ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെ നേതാവ് ആക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് പാർട്ടീൻ്റെ നേതാവാകാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കണം, മനസ്സിൽ വെക്കണം. ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഞാൻ എല്ലാ സർവേയിലും കാണുന്നത് ഇതാണ്. യുവാക്കളാണോ, കർഷകരാണോ, മത്സ്യത്തൊഴിലാളികളാണോ, ഗവൺമെൻറ് സർവൻസ് ആണോ, മഹിളകളാണോ, മിഡിൽ ക്ലാസ് ആണോ, എല്ലാവർക്കും മടുത്തു. വികസിത ഭാരതം എന്ന് അവർ കാണുമ്പോൾ ഒരു വികസിത കേരളം ഇവിടെ വേണമെന്ന് അവരും ആഗ്രഹിക്കുന്നു. അതിന് പ്രവർത്തിക്കാനും അതിനൊരു യാഥാർത്ഥ്യമാക്കാൻ BJP NDAക്ക് കഴിയും. അതിനുവേണ്ടി അധ്വാനിക്കണം. ഇനി വരുന്ന കാലത്തിൽ മാറാത്തത് ഇനി മാറണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നന്ദി രാജീവ് ജി. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി